കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് DCC നേതൃയോഗം സംഘടിപ്പിച്ചു. ഹോസ്തൃക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ യോഗം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M. ലിജു ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ലോകം മുഴുവൻ വിലമതിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയുണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിൽ രാജ്യം ഭരിക്കുന്ന BJP ഭരണത്തിൽ നടക്കുന്നതെന്നും ഇത് വളരെ ഗൗരവതരത്തിൽ കാണേണ്ടുന്ന ഉത്തരവാദിത്തം കോൺഗ്രസിനാണെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M. ലിജു പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതീവ ഗൗരവതരമായ ഇടപെടൽ നടത്തേണ്ട തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ ജനാധിപത്യം തന്നെ അപകടത്തിലാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യസഭാ ഉപാധ്യക്ഷനെതിരെ അതായത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെതിരെ നമുക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വരും. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് വൈസ് പ്രസിഡന്റിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരേണ്ടി വരുന്ന സാഹചര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷം വേണ്ട അല്ലെങ്കിൽ പ്രതിപക്ഷ ശബ്ദങ്ങൾ വേണ്ട എന്ന തരത്തിലാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെന്റിന്റെ ഒരു ആജ്ഞാനുവർത്തിയെ പോലെയാണ് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ ഉപാധ്യക്ഷനും പെരുമാറുന്നത്. രാജ്യസഭയിൽ ജഗ്ദീപ് ധൻഖർ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് പ്രതിപക്ഷത്ത് നിന്ന് ആരെങ്കിലും നരേന്ദ്രമോദിയെയോ അദാനിയെയോ, കൂടുതൽ അദാനിയാണ്, നരേന്ദ്രമോദി അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യമാണ്, അദാനിയെ വിമർശിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ചുവപ്പ് കണ്ട കാളയെ പോലെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. ആളിളകി അദ്ദേഹം ആളുകളെ ആക്ഷേപിക്കുകയാണ്. ഗുരുതരമായ ജനാധിപത്യ ധ്വംസനത്തിന് രാജ്യം സാക്ഷിയാകുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്ത്യൻ പാർലമെന്റിനകത്തു തന്നെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുവെന്നത് വളരെ ഗൗരവത്തോടെ പരിശോധിച്ച് പരിഹാരം കാണേണ്ടുന്ന വിഷയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്തൃക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച DCC നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു M. ലിജു. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ആക്ഷേപിക്കാൻ വേണ്ടി BJPയുടെ MPമാർക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് പോലെയാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസം സീറോ ഓവറിൽ ഏത് വിഷയം ഉന്നയിക്കാം. നിഷികാന്ത് ദുബൈ എന്ന് പറയുന്ന BJPയുടെ MP നരേന്ദ്രമോദിയുടെ ഒരു ഗുണ്ടയെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. സീറോ ഓവറിൽ എഴുന്നേറ്റ് നിന്ന് സോണിയാഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുക, എന്ത് അനാവശ്യവും വിളിച്ചു പറയും. ഇയാൾ കഴിഞ്ഞ 5 ദിവസമായി, കഴിഞ്ഞ കണക്ക് പുറത്തു വരുമ്പോൾ 5 ദിവസമായി തുടർച്ചയായി അയാൾക്ക് മാത്രം അവസരം കിട്ടുകയാണ്, അയാൾക്ക് മാത്രം അവസരം കൊടുക്കുകയാണ്. കേരളത്തിൽ ഭരണം നടത്തുന്ന CPIM ഗുരുതരമായ അഴിമതിയിൽപ്പെട്ട് വട്ടം കറങ്ങുകയാണെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒരു നിയന്ത്രണവുമില്ലാതെ കുതിക്കുന്ന സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും M. ലിജു കുറ്റപ്പെടുത്തി. യോഗത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, മുൻ DCC പ്രസിഡന്റ് അക്കിങ്ങുന്നിൽ, UDF ജില്ലാ കൺവീനർ A. ഗോവിന്ദൻ നായർ, സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, പ്രൊഫസർ ഖാദർ മാങ്ങാട്, മറ്റ് നേതാക്കളായ കരിമ്പിൽ കൃഷ്ണൻ, ശാന്തമ്മ ഫിലിപ്പ്, മീനാക്ഷി ബാലകൃഷ്ണൻ, PG ദേവ്, MC പ്രഭാകരൻ, BP പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് PV സുരേഷ്, M. കുഞ്ഞമ്പു നമ്പ്യാർ, സോമശേഖര ഷേണി, ടോമി പ്ലാച്ചേരി, KV സുധാകരൻ, KP പ്രകാശൻ, ഹരീഷ് P. നായർ, സുന്ദര ആരിക്കാടി, രജനി രമാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.